അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? ഈ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത മുകേഷ് നായർ either with girls or with liquor. How are you balancing it? ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലേഷ? എന്ത് ചെയ്യാം? ബാലൻസിങ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. നമ്മൾ ബാലൻസ് ചെയ്യുന്നുണ്ട്. രണ്ടും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. എത്ര തിരക്കാണേലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോകാൻ പാടുണ്ടോ കൃഷ്ണകുമാരെ? ആണോ? മധു അങ്ങനല്ല. മദ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്ന കേരള സംസ്ഥാനത്താണല്ലോ. കേരള സംസ്ഥാനം ഇന്ന് നിലനിന്ന് പോകുന്നത് ഇതിന്റെ വരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ്. സർക്കാരിന് വർഷാവർഷം ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്നത് നമ്മളിപ്പോൾ കഴിച്ചിരിക്കുന്ന ഇതേ മദ്യം വിറ്റ ടാക്സിൽ നിന്നാണ്. ഇതില്ലെങ്കിൽ ഇല്ല, സത്യം. അപ്പോൾ അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ അത് പിന്നെ ഈ നാടിന്റെ ന്യായമായ ഒരു ആവശ്യമില്ലേ മോളെ? അപ്പുറത്തെ സൈഡിൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും വേണമല്ലോ. അപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള സ്ത്രീകളില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ. സ്ത്രീകളില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ. നോ റീപ്രൊഡക്ഷൻ, നോ നത്തിങ്. സോ രണ്ടും ബാലൻസ്ഡ് ആണെന്നാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എന്താ റീപ്രൊഡക്ഷന്റെ കിങ് ആണോ? എന്നെ തേച്ചതാണല്ലേ? ആൽഫ മെയിൽ അന്ന് ഫീലിംഗ് ഉണ്ടോ? അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് റീപ്രൊഡക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ വൈഫ് അല്ലെ റീപ്രൊഡക്ഷൻ. പിന്നെ എന്താ സ്ത്രീകള് സ്വന്തം പറമ്പിൽ എന്തോ എത്ര നാളെന്ന് വെച്ചാൽ പണിയാ. പക്ഷെ വല്ലവനും പറമ്പിൽ പണിയാ നല്ല സുഖം. നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാനല്ലല്ലോ ഈ ഹോൾ മദ്യവും കൺസ്യൂം ചെയ്യുന്ന ആള്. കൂടുതലൊന്നും പറയണ്ട. ഞാനതിൻ്റെ 1% താഴെയൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം കൺസ്യൂം ചെയ്യുന്ന ഇവിടുത്തെ ജനങ്ങളല്ലേ. അപ്പം ഇതെല്ലാം അതുപോലെ തന്നെയാണ്. ഇത് രണ്ടും ഞാൻ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. മദ്യം ഡ്രിങ്ക്സ് കഴിക്കുന്നത് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. കുടിക്കാൻ വലിയ വിഷമമില്ലെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് അല്ലേ? ഹൗ ആർ യു പ്രൊമോട്ടിങ് ഇറ്റ്? അതെങ്ങനെ പ്രൊമോഷൻ എങ്ങനെ അത് ചെയ്യുന്നത്? ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മദ്യം പ്രൊമോഷനായിട്ട് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് കാണിക്കാറുണ്ട്. നിനക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ. ഈ ആളെ കിടക്കണ പണി നിർത്തി വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? സാർ, വേറെ വല്ല നല്ല ജോലിയും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് പോവായിരുന്നു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.